ഒടുവിൽ എല്ലാ അഭ്യൂഹങ്ങൾക്കും വിരാമമാകുന്നു. T20 ലോകകപ്പിൽ ഇന്ത്യ-പാകിസ്ഥാൻ മത്സരത്തിനുള്ള സാധ്യത തെളിയുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ലാഹോറിലെ ഗദ്ദാഫി സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് തിരക്കിട്ട നീക്കങ്ങൾക്കായിരുന്നു, ചൂടേറിയ ചർച്ചകൾക്കായിരുന്നു. ഒരുപക്ഷെ ഒരു ലോകകപ്പ് പുരോഗമിക്കവേ ICC തലത്തിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത സംഭവങ്ങൾക്കാണ് പോയ ദിനം സാക്ഷ്യം വഹിച്ചത്. മത്സരം ഉപേക്ഷിച്ചാൽ നേരിടാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ ഓരോന്നായി ICC പ്രതിനിധികൾ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെ അറിയിച്ചു കഴിഞ്ഞു. മറുപടിയായി ഇന്ത്യക്കെതിരെ കളത്തിലിറങ്ങുന്നതിന് PCB ചില സുപ്രധാന നിർദ്ദേശങ്ങൾ ICCക്ക് മുന്നോട്ട് വെച്ചതായും റിപ്പോർട്ടുകളുണ്ട്. കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയത്തിൽ ഈ വരുന്ന ഞായറാഴ്ച ടോസിനായി പാകിസ്ഥാൻ നായകൻ സൽമാൻ അലി ആകെ എത്തുമോ? ബഷ്കറിന്റെ ഭീഷണി ഒഴിഞ്ഞ് മറ്റൊരു ഇന്ത്യ-പാക് ഹൈ വോൾട്ടേജ് പോരാട്ടത്തിനാണോ കളമൊരുങ്ങുന്നത്? പരിശോധിക്കാം. മൊഹ്സിൻ നഖ്വി നമ്മെ വീണ്ടും അപമാനിച്ചിരിക്കുന്നു. പണത്തോടുള്ള അത്യാഗ്രഹം കാരണം അയാൾ യൂട്ടേൺ എടുത്തു. ഇന്ത്യ-പാക് ചർച്ചകൾ പുരോഗമിക്കവേ മുൻ പാക് നായകൻ ഇൻസമാമുൽ ഹക്കിൻ്റെതാണ് ഈ പ്രതികരണം. പാക് മന്ത്രിയും PCB ചെയർമാനുമായുള്ള നഖ്വിയെ ഉന്നമിട്ടുള്ള ഈ വാക്കുകൾ പാക് ക്രിക്കറ്റിൽ ഉരുണ്ടുകൂടിയ അഭിപ്രായ വ്യത്യാസത്തിലേക്ക് കൂടിയാണ് വിരൽ ചൂണ്ടുന്നത്. മത്സരം നടക്കുന്നതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പാക് ക്രിക്കറ്റ് ബോർഡ് നിലവിൽ രണ്ടു തട്ടിലാണെന്ന വാർത്തകൾ നേരത്തെ തന്നെ പ്രചരിച്ചിരുന്നു. കടുത്ത നിലപാടിലേക്ക് പോകാതെ ICCക്ക് മുന്നിൽ തങ്ങളുടെ ആവശ്യം നേടിയെടുക്കുക എന്ന അഭിപ്രായക്കാരാണ് കൂടുതലുള്ളത്. ICC റവന്യൂ വിഹിതത്തിൽ വർധനവ് വരുത്തണമെന്നാണ് പാകിസ്ഥാൻ മുന്നോട്ട് വെക്കുന്ന പ്രധാന ആവശ്യങ്ങളിലൊന്ന്. നിലവിൽ രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ വാർഷിക വരുമാനത്തിൽ 34.5 ദശലക്ഷം, അതായത് 290 കോടിയാണ് പാകിസ്ഥാന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഉയർന്ന വിഹിതം ലഭിക്കുന്നവരിൽ ഇന്ത്യ, ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ എന്നിവർക്ക് പിന്നിൽ 4ാം സ്ഥാനത്താണ് പാകിസ്ഥാൻ. ഇന്ത്യയുമായുള്ള ബൈലാറ്ററൽ സീരീസുകൾ പുനരാരംഭിക്കണമെന്നും പാകിസ്ഥാൻ ചർച്ചയിൽ ഉന്നയിച്ചതായാണ് റിപ്പോർട്ടുകൾ. രാഷ്ട്രീയ കാരണങ്ങളാൽ ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന ദ്വിരാഷ്ട്ര മത്സരം തിരിച്ചു കൊണ്ടുവരണമെന്ന നിർദ്ദേശം വലിയ ചർച്ചകൾക്ക് ഇതിനോടകം തന്നെ തിരികൊളുത്തി കഴിഞ്ഞു. ഇതിനു പുറമെ ലോകകപ്പിൽ നിന്നും പുറത്തായതിനുള്ള നഷ്ടപരിഹാരമായി ബംഗ്ലാദേശിന് നൽകുന്ന തുക വർദ്ധിപ്പിക്കണമെന്നും PCB ICCക്ക് മുന്നിൽ വെച്ചു. T20 ലോകകപ്പിൽ കളിക്കുന്നില്ലെങ്കിലും ഓരോ മത്സരത്തിലെയും പാർട്ടിസിപ്പേഷൻ ഫീസ് ലഭ്യമാക്കുക, ഭാവിയിൽ ICC ടൂർണമെന്റ് നടത്താനുള്ള അവകാശം നൽകുക, അങ്ങനെ നിരവധി ആവശ്യങ്ങളാണ് കൂടിക്കാഴ്ചയിൽ ICCക്ക് മുന്നിലെത്തിയത്. 5 മണിക്കൂറിലധികം നീണ്ടുനിന്ന ചർച്ചയിൽ PCB ചെയർമാൻ മൊഹ്സിൻ നഖ്വി, ICC ഡെപ്യൂട്ടി ചെയർമാൻ ഇമ്രാൻ ഖ്വാജ, ബംഗ്ലാദേശ് ബോർഡ് പ്രസിഡന്റ് അമിനുൽ ഇസ്ലാം എന്നിവരാണ് പങ്കെടുത്തത്. നിലവിൽ പാകിസ്ഥാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കാനുള്ള സാധ്യതകൾ വിരളമാണ്. ബൈലാറ്ററൽ സീരീസ് പുനരാരംഭിക്കുന്നതിലടക്കം തീരുമാനമെടുക്കാൻ BCCക്ക് ഒറ്റക്കാവില്ല. ഇക്കാര്യത്തിൽ സർക്കാർ തലത്തിലാണ് പ്രഖ്യാപനം വരേണ്ടത്. വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യത്തിൽ പാകിസ്ഥാനുമായി ഒരു പരമ്പര കളിക്കാൻ ഇന്ത്യ സന്നദ്ധമാകുമെന്ന് കരുതാനാവില്ല. എന്നാൽ വരുമാന വർധനവിലടക്കം ICC പാകിസ്ഥാൻ അനുകൂലമായി തീരുമാനമെടുക്കാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. ലോകകപ്പിലെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സായ ഇന്ത്യ-പാക് മത്സരം അനിശ്ചിതത്വത്തിലാകുന്നത് ഒഴിവാക്കുക എന്നത് ICCക്കും പരമപ്രധാനമാണ്. ഏതാണ്ട് 200 കോടിയിലധികം രൂപയുടെ ഭീമമായ നഷ്ടമാണ് ഈ ഒരൊറ്റ മത്സരം ഉപേക്ഷിക്കുന്നതിലൂടെ ക്രിക്കറ്റ് കൗൺസിലിന് സംഭവിക്കാൻ പോകുന്നത്. ബ്രോഡ്കാസ്റ്റർമാരെയും ഡിജിറ്റൽ പാർട്ട്ണർമാരെയും സംബന്ധിച്ച് ഏറ്റവും വരുമാനമുള്ള മത്സരമാണ് ഓരോ ഇന്ത്യ-പാക് പോരാട്ടവും. പാകിസ്ഥാനും ഇന്ത്യയും മൈതാനത്ത് ഏറ്റുമുട്ടുമ്പോൾ വ്യൂവർഷിപ്പ് കൂടുന്നതിന് പുറമെ പരസ്യ സ്പോൺസർഷിപ്പ് തുകയും കുതിച്ചുയരും. നിലവിലെ സാഹചര്യത്തിൽ ലോകകപ്പ് പോലൊരു പ്രധാന വേദിയിൽ മത്സരം ഉപേക്ഷിക്കുന്ന നിലയുണ്ടായാൽ ബ്രോഡ്കാസ്റ്റർമാർ ICCയോട് നഷ്ടപരിഹാരം തേടാനുള്ള സാധ്യതയും കൂടുതലാണ്. അംഗരാജ്യങ്ങൾക്ക് ICC നൽകുന്ന സഹായത്തിന്റെ പ്രധാന സ്രോതസ് ഇന്ത്യ-പാക് മത്സരത്തിൽ നിന്നടക്കം ലഭിക്കുന്ന വരുമാനമാണ്. ഈ റവന്യൂയിൽ ഇടിവുണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കാൻ പരമാവധി ശ്രമം നടത്താൻ തന്നെയാണ് ക്രിക്കറ്റ് കൗൺസിലിന്റെ തീരുമാനം. പോയ ദിനം ലാഹോറിലേക്ക് പ്രതിനിധികളെ അയച്ചതിലൂടെ ICC വ്യക്തമാക്കുന്നതും ഇതുതന്നെയാണ്. സമീപകാലത്തൊന്നും ഇന്ത്യക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കാൻ പാകിസ്ഥാൻ ആയില്ലെങ്കിലും ഓരോ ടൂർണമെന്റിന് മുമ്പും ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഹൈപ്പ് അത്രമാത്രം വലുതാണ്. അതേസമയം മത്സരശേഷം നടത്തിയ പ്രതികരണത്തിൽ ഇന്ത്യ-പാക് പോരാട്ടം ക്രിക്കറ്റിന് പുറത്തേക്ക് കടക്കുന്നതിനെ വിമർശിച്ച് വിൻഡീസ് താരം ജെയ്സൺ ഹോൾഡർ രംഗത്തെത്തിയിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പോരാട്ടത്തെ ഒട്ടും താല്പര്യത്തോടെയല്ല കാണുന്നത്. ലോക ക്രിക്കറ്റിലെ 2 ശക്തികൾ ഇക്കാര്യത്തിൽ കളത്തിന് പുറത്ത് പോരാടുന്നത് ശുഭസൂചനയില്ലെന്നും താരം വ്യക്തമാക്കി. സമാനമായ അഭിപ്രായമാണ് ഇംഗ്ലണ്ട്, ഓസീസ് താരങ്ങൾക്കുമുള്ളത്. ക്രിക്കറ്റിൽ രാഷ്ട്രീയം കടന്നു വരുന്നതിനെയാണ് ഇവരെല്ലാം പരസ്യമായി എതിർക്കുന്നത്. നിലവിൽ പാകിസ്ഥാന്റെ കോർട്ടിലാണ് പന്ത്. ഇനിയുള്ള മണിക്കൂറുകൾ പാക് ക്രിക്കറ്റിനെ സംബന്ധിച്ച് സുപ്രധാനമാണ്. പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ലോകകപ്പിൽ കളിക്കണമോ എന്നതിൽ PCB അന്തിമ തീരുമാനമെടുക്കും. തീരുമാനം അനുകൂലമായാലും പ്രതികൂലമായാലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടർന്നുകൊണ്ടേയിരിക്കും.